തീരുമാനിക്കുന്നില്ല. ആ വലിയ മഹാത്മാവിന്റെ പാരമ്പര്യവും അദ്ദേഹത്തിന്റെ പൂർവിക പിതാവും കടന്നു വന്ന് യമനിലെ തെരിമെന്ന ഹദറമൗത്തിന്റെ ഭാഗമാണ്. 2 നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹത്തിന്റെ ആ പൂർവിക പിതാവ് കൊയിലാണ്ടിയാണ് കത്തിറങ്ങിയത്. അഭിനന്ദനായ സമസ്തയുടെ 4 പതിറ്റാണ്ട് കാലം അജയ്യമായ നേതൃത്വം നൽകിയ ശംസുറമ ഉസ്താദ് അല്ലാഹു ദർജ കൊടുക്കുമാറാകട്ടെ. മഹാത്മാവിന്റെ പൂർവിക പിതാവ് 16ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഷെയ്ഖ് മുഹമ്മദ് കോയ തങ്ങൾ റഹിമഹുല്ലാ കടന്നു വന്നത് കോഴിക്കോട് കപ്പലിറങ്ങിയതും ഹദറമൗത്ത് വന്നിട്ടാണ്. അവര് മാത്രമല്ല, ഇതുപോലെ കേരളീയ മുസ്ലിം സമൂഹത്തിന് സുന്നി യുവദർശകത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അധ്യക്ഷസ്ഥാനം വഹിച്ചുകൊണ്ട് ഈ സംഘത്തെ വളർത്തിയ പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങളുടെ പൂർവിക പിതാവ് സയ്യിദ് അലി ശിഹാബ് അലി തങ്ങൾ അവരും വന്നത് ഈ പറയുന്ന ഹദറമൗത്തിൽ നിന്നായിരുന്നു. എന്ന് മാത്രമല്ല, കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ഓരോ നേതാക്കന്മാർ സമസ്തയുടെ സ്ഥാപക കാലത്ത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഗ്രാമാന്തരങ്ങൾ തോറും ഓടി നടത്തിയിരുന്ന മൗലാന പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം ഈ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത് ഐക്യകണ്ഠേന. പക്ഷെ അദ്ദേഹം പറഞ്ഞു, സയ്യിദ് അബ്ദുറഹ്മാൻ ബാലൻ തങ്ങളുണ്ട്, തങ്ങളെ തെരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുകയും അത് സദസ്സ് അംഗീകരിക്കുകയും ചെയ്യുകയും ആ തങ്ങൾ വഫാത്തായപ്പോൾ തുടർന്ന് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ഇതേ മൗലാന പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ അവരാണ്. അദ്ദേഹത്തിന്റെ പാരമ്പര്യം എന്താണ്? അദ്ദേഹം ആദ്യകാലത്ത് കേരളത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രചാരണത്തിൽ എത്തിച്ചേർന്ന മാലിക് സംഘത്തിലെ ഹബീബ് മാലിക് റഹ്മത്തുള്ളാഹിയുടെ പാരമ്പര്യത്തിൽ ശുദ്ധമായ പാരമ്പര്യത്തിൽ ധരിച്ച മഹാനായിരുന്നു മൗലാന പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇവരൊക്കെ വന്നത് ഹദറമൗത്തിൽ നിന്നാണ്, ഇവർക്ക് വന്നത് തെരീമിൽ നിന്നാണ്, ഇവർക്ക് യമനിൽ നിന്നാണ് വന്നത്. യമന്റെ മഹത്വത്തെ കുറിച്ച് ഹദീസ് ധാരാളം കാണാം. യമന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിൽ കാണാം. എന്ന് മാത്രമല്ല, ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഒരുപാട് ആളുകൾ മുർത്തദ്ദായി ഇസ്ലാമിൽ പുറത്തുപോയി. അല്ലാഹു റസൂൽ വഫാത്തായ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ആ മുർത്തദ്ദായ ആളുകൾക്കെതിരെ ശക്തമായ സമരം നടത്തും തൊട്ടടുത്ത ഖലീഫ സ്ഥാനമേറ്റെടുത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നു, സക്കാത്ത് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ സക്കാത്ത് പിരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് നബിക്ക് മാത്രമേ കൊടുക്കുള്ളൂ, സിദ്ദീഖിനുള്ള ധനം കൊടുത്ത് സക്കാത്ത് കൊടുക്കില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ വിഘടിച്ചു നോക്കുള്ളൂ. ഒരിക്കലും വിഘടിച്ചു നിൽക്കാതെ, സക്കാത്ത് തടയാതെ, ഒരു മുർത്തത് പോലും ഇല്ലാതെ അതിശക്തമായി സിദ്ദീഖ് അക്ബറിന്റെ ഭരണകൂടത്തിന്റെ ശക്തി പകർന്നു ഒപ്പം നിന്നതാണ് തെരീമിലും ഹദറമൗത്തിലുമുള്ള മുസ്ലിം സഹോദരന്മാർ. ഇതറിഞ്ഞപ്പോൾ മഹാരാജ് സിദ്ദീഖ് അക്ബർ തങ്ങൾക്ക് വളരെ സന്തോഷമായി. ആ സിദ്ദീഖ് അക്ബർ തങ്ങൾ ആ ഘട്ടത്തിൽ ഈ ഹദറമൗത്തിന് വേണ്ടി, ഈ തെരീമിന് വേണ്ടി 3 പ്രാർത്ഥനകൾ നടത്തിയുള്ള ചരിത്രം കാണാൻ സാധിക്കും. 3 പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥന, ഒന്നാമത്തെ പ്രാർത്ഥന അവരുടെ സകലമായ വസ്തുക്കളും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്നാണ് ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന ഹദറമൗത്തിന്റെ പ്രദേശം, തെരീമിന്റെ പ്രദേശം എപ്പോഴും ജനവാസമുള്ള നല്ല പുഷ്ടിയുള്ള പ്രദേശമായി മാറട്ടെ എന്നാണ് പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ അടിവരയിടേണ്ടത് ദുആ-ഇജാബത്തുള്ള സ്വഹാബത്തിൽ പ്രധാനായ പ്രമുഖനായ അല്ലാഹുവിന്റെ ഹബീബിനെ 1ാം സ്ഥാനം അലങ്കരിച്ച മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചത് വഅൻതും ബിക അൽ-ഉലമാഅ വസ്സാലിഹീൻ കമാ യുൻബിതുൽ മാഉ സറഅ. മഴ പെയ്താൽ ചെടികൾ മുളച്ചു പൊങ്ങുന്നത് പോലെ ഈ പരിശുദ്ധമായ പ്രദേശം ഹദറമൗത്തിൽ തെരീമെന്ന പ്രദേശം ആലിമീങ്ങളെയും സ്വാലിഹീങ്ങൾക്കും ജന്മം നൽകട്ടെ, ജനിപ്പിക്കട്ടെ എന്നായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ ഫലം മറ്റൊരു പ്രദേശത്ത് കിട്ടിയിട്ടില്ല. അവിടെ നിന്നുള്ള മഹാത്മാക്കളാണ് നമ്മുടെ ഈ പറഞ്ഞ ഈ ശ്രേണിയിൽപ്പെട്ട സകലമായ സമസ്തയുടെ സമുന്നതരായ ഉലമാക്കളും സാദാത്തുക്കളും മുഴുവൻ കുറച്ചാളുടെ പേരുകൾ മാത്രം പറഞ്ഞുകൊണ്ട് മാത്രം ചരിത്രപരമായ കാരണങ്ങളായിരിക്കും അവിടെ എത്തിച്ചത്. നമ്മുടെ സൗഭാഗ്യം കേരളത്തിൽ തൊട്ടടുത്താണ് ഈ പറഞ്ഞ യമനും ഈ പറഞ്ഞ യുഎയും ഒക്കെ ഉള്ളത്. പഴയ കാലത്ത് വാർത്താ ചാനലുകളില്ലാത്ത കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലഘട്ടത്തിൽ കേരളത്തിലെ വാർത്ത ആകാശവാണി വായിക്കുമ്പോൾ ആ വാർത്ത ആളിന്റെ വാർത്ത കേൾക്കാൻ റേഡിയോയുടെ ഒമാന